എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാലും മുട്ടയും ചേർന്നുണ്ടാക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ പാലെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കപ്പിൽ 2 കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, ഒരു പാടുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണേ. 1 കപ്പ് രണ്ട് കപ്പ് പാല്. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ പാല് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആകട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫാക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ആറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലിവിടെ ചൂടാറി വരുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയൊന്ന് നല്ലതായിട്ട് അടിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 മുട്ടയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാമേ. സ്പൂൺ വെച്ച് പതപ്പിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് പതപ്പിച്ച്, ഫോർക്ക് എന്ത് വേണേലും ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ടയുടെ മണം ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് വാനില എസൻസ് അല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ല, അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഈ ഒരു അടപ്പിന് ഇത്രയും വാനില എസൻസ് ഇതിലോട്ട് ചേർത്തു. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പുഡിങ്ങിലേക്ക് നമുക്കിനി ഒരു ബേസ് വേണം. അതിനുവേണ്ടി നമുക്ക് ഒരു പാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ, പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മിക്സായി വരണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലതായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ആയിക്കോളും. കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ ഈ മുട്ട പതപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ടിനകത്തോട്ട് നമുക്ക് ഈ പാല് ചേർത്ത് കൊടുക്കാമേ. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകിൽ ഇതുപോലെ കേക്ക് ടിന്നിനകത്ത് ഒഴിച്ചു വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ ബൗളിനകത്ത്, ഇതുപോലത്തെ ബൗളിനകത്ത് നമുക്ക് ഒഴിച്ചിത് ഉണ്ടാക്കിയെടുക്കാമേ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ എണ്ണ നല്ലതായിട്ട് തൂത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നിറച്ച് ഒഴിക്കേണ്ട, ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് പൊങ്ങത്തൊന്നുമില്ല, എന്നാലും അത് തുളുമ്പി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ കാരമൽ ഉണ്ടാക്കി വെച്ചത് ഈ ബൗളിനകത്തോട്ട് നമുക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്തായിരുന്നു ഒഴിച്ചു കൊടുക്കേണ്ട, ഞാനത് സ്കിപ്പായി പോയി. അപ്പോൾ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്കിനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റീമറിനകത്ത് ആവി കയറ്റിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട്, ഇഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. നമുക്കിതൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ നിന്ന് തുറന്ന് നോക്കാം നമുക്ക് ആയിട്ടുണ്ടോയെന്ന്. എന്നിട്ട് ഇതൊരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇതൊട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, ഇതായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് വെളിയിലെടുത്ത് വെക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇത് ആറണം. അത് കഴിഞ്ഞ് നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആകാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുഡിംഗ് വളരെ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരാം. ബൈ.